വെൽക്കം ബാക്ക് ടു ചാനൽ. നമുക്കിന്ന് പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ. അപ്പം വെറുതെ ഇങ്ങനെ ഇരുന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ കണ്ടത്. അപ്പോഴേ കൊതിയായി. കുറേ ദിവസമായി കണ്ടിട്ട്, പക്ഷേ എങ്ങനെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ അതിൽ നടക്കാൻ പോയപ്പം ക്യാമ്പിൻ്റെ ഉള്ളിലൊരു വാഴ കണ്ടത്. അപ്പോൾ നമുക്ക് അവിടുന്ന് വാഴയിലേക്ക് മോഷ്ടിച്ചിട്ട് നമുക്കൊരു പൊതിച്ചോറുണ്ടാക്കാം. അപ്പോൾ ഞാൻ അടുക്കളപ്പണിക്കിടയിൽ ഇറങ്ങി വന്നതാണ്. കത്തി എടുത്തിട്ടുണ്ട്. ഇത് അടിപൊളി കത്തിയാട്ടോ. എനിക്കറിയത്തില്ല നാട്ടിൽ കിട്ടുമെന്ന്. ഇവിടെ ഒരു ഈ ചൈന കടയിൽ നിന്നും മേടിച്ചാണ്. അപ്പം അത്രയേ ഉള്ളൂ. നല്ല നൈസായിട്ട് ഉള്ളിയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്കിത് വെച്ചിട്ട് വാഴയിലെടുക്കാം. വെള്ളം പിടിക്കാൻ വേണ്ടി ബോട്ടിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ നമ്മൾ 12 രൂപ കൊടുത്ത് മേടിക്കുന്നത്. പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ കാണുന്നത് നിക്ക് ഒറ്റ കാലയിൽ സോക്സൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ആൾ തന്നെയാണ് തലയിൽ തോർത്തൊക്കെ എടുത്തിട്ട് അമ്മച്ചിമാരെ പോലെ ഇറങ്ങിയേക്കുന്നത്. ഇതാണ് നമ്മുടെ ചെമ്പരത്തി. പിന്നെ ആ കാണുന്ന ഒരു ചുമല മരം കണ്ടോ, നല്ല രസമാണ് അതിൻ്റെ ഭൂ കാണാൻ. ഇപ്പോൾ വീഡിയോയിൽ അത്ര ഭംഗി അറിയുന്നുണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷേ ഭയങ്കര രസമാണത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ക്യാമ്പിൽ ചില സ്ഥലങ്ങളിലൊക്കെ അതുണ്ട് കേട്ടോ, ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി, വാഴയുള്ള സ്ഥലം. അവിടുന്ന് 4 ഇലയും മോഷ്ടിച്ച് നമ്മൾ നടക്കുകയാണ്. ഇതാ കാണുന്ന മാവുണ്ടല്ലോ, അവിടുന്ന് ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട് കുറേ മാങ്ങ. ഇതാരും നട്ടതാണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ നമുക്ക് എന്തായാലും ഉപകാരമായല്ലോ. ഇവിടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആരോ നട്ട കപ്പയും മാങ്ങയും ചേമ്പും ചേനയൊക്കെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ ഇവർ സാറന്മാരായതുകൊണ്ട് ഇവരുടെ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് ഇവർ പോയി പറിക്കാറില്ല. നമ്മൾ സ്ത്രീകൾ തന്നെ ഇതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരണം. അങ്ങനെ നമ്മുടെ വാഴയിലേക്ക് കഴുകി വാട്ടിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറികളും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറുണ്ട്, ബീട്രൂട്ട് പച്ചടിയുണ്ട്, അച്ചാറുണ്ട്, കോവയ്ക്ക തോരനുണ്ട്, സാമ്പാർ, രസം, പിന്നെ മുട്ടയുണ്ട്. പിന്നെ ഞാൻ കാണിച്ചു തന്നില്ലേ, ആ മാവിൽ നിന്ന് പറിച്ച മാങ്ങയുടെ അച്ചാറുണ്ട്. ഇതൊക്കെ കൂട്ടിയാണ് നമ്മുടെ ഊണെന്ന് പറയുന്നത്. നമ്മുടെ കോവയ്ക്ക് ഇച്ചിരി കരിഞ്ഞു പോയായിരുന്നു. പിന്നെ ചാറുകറി ഇതിൻ്റെ അകത്ത് ഒഴിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ഒഴിച്ചിട്ടില്ല. അങ്ങനെ ദേ നമ്മുടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. നിക്കിയുടെ പൊതിച്ചോറാണ് ഞാൻ തുറക്കുന്നത്. എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത രുചിയോളം വന്നിട്ടില്ല. എന്താണെന്നറിയത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്